23ാമത്തെ ദിവസമാണ് ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചിട്ട്. ഈ സംഘർഷത്തിന് ഇന്നും അയവില്ല. മാത്രമല്ല ഹോർമൂസ് കടലെടുക്ക് ഉടൻ തുറക്കണം, ഇല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ അതിഭീകരമാകും എന്ന ഭീഷണി അമേരിക്കയിൽ നിന്ന്. അത്തരം അപകടങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഗൾഫ് നാടുകളെ ഞങ്ങൾ തിരിച്ചാക്രമിക്കുമെന്ന് ഇറാൻ്റെ മറുപടിയും. പി ജെയിംസ് കൂടി ചേരുകയാണ് നമുക്കൊപ്പം വിദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ. ഈ സംഘർഷത്തിന് അയവില്ല എന്ന് പറയുമ്പോൾ പി ഏതർത്ഥം വരെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കാര്യങ്ങൾ വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറക്കണം, ഇല്ലെങ്കിൽ കടുത്ത രീതിയിൽ വൈദ്യുത കേന്ദ്രങ്ങളടക്കം ഇറാനിലെ പ്രധാനപ്പെട്ട എണ്ണ സംഭരണ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപ് ഒരു സമയത്ത് പറയുന്നത് ഇറാൻ മരിച്ചു കഴിഞ്ഞു, ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഞങ്ങളിതാ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് തുറക്കണം, ഇല്ലെങ്കിൽ വലിയ കടുപ്പിക്കും. ട്രംപിന് തന്നെ ഒരു വ്യക്തമായ ഒരു ധാരണയില്ല. ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട്, മറുഭാഗത്ത് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ യുദ്ധം കടുപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ട്രംപ് വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്. അതിനിടയിലാണ് ഇറാൻ കൂടുതൽ വീര്യത്തോടെ ആക്രമിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇസ്രായേലിലേക്ക് വലിയ ആക്രമണം നടത്തി ഏതാണ്ട് 100ാമത്തെ തവണയാണ് ഇറാന്റെ ആക്രമണം നടക്കുന്നത്. തിരിച്ച് ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ടെഹ്റാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നും ഒരു കുറവുണ്ടാവുന്നില്ല. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് അല്പം നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 2 ദിവസം സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് F-15 എന്ന അത്യാധുനിക യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്ന് ഇറാൻ പറയുന്നു. ഇറാൻ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. F-35 എന്ന അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനം അവർ കേടുപറ്റി അടിയന്തരമായി ഇറക്കേണ്ടി വന്നു എന്ന് അമേരിക്ക തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് F-35 വിമാനം വെടിവെച്ച് കേടുവരുത്തിയതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ അമേരിക്കയുടെ മുന്നറിയിപ്പ് വരുമ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു ഇതുള്ളത്, ഇറാൻ ഒരു മുന്നറിയിപ്പും ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വൈദ്യുത കേന്ദ്രങ്ങൾ, ഊർജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് വന്നിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും വില വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ തരത്തിലുള്ള ഭീഷണി കൂടി ഇറാന്റെ പക്ഷത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് ഇത് പൊതുവെ നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാവുന്നത്, ഒരു തരത്തിലും യുദ്ധം പെട്ടെന്ന് അവസാനിക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇറാൻ കൂടുതൽ പിടിവാശിയിലാണ്. അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി അടക്കം പ്രമുഖരായിട്ടുള്ള നേതാക്കളെ, ലാറി ജാനി അടക്കമുള്ള നേതാക്കളെ വധിച്ചതിൻ്റെ വലിയ പ്രതികാരത്തിലാണ് അവർ. ഇപ്പോൾ സൗദി അറേബ്യയിലും UAE-യിലും ആക്രമണം നടത്തി അത് മിസൈലുകളൊക്കെ തകർത്തെങ്കിലും ഇന്ത്യക്കാരന് പരിക്ക് പറ്റിയ വിവരം, അബുദാബിയിൽ പരിക്ക് പറ്റിയ വിവരമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർ 6 പേര് കഴിഞ്ഞ 23 ദിവസത്തെ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇന്ത്യയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. നമുക്ക് പാചകവാതക പ്രതിസന്ധിയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ ഇതിൽ അല്പം ഇടപെടുന്നുണ്ട്, പക്ഷേ ആ തരത്തിൽ അത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചു, ഇസ്രായേലുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം ഏതാണ്ട് കൈവിട്ടു പോയ അവസ്ഥയിലാണ്. കാരണം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. നമ്മളിന്നലെ പറഞ്ഞ പോലെ ഡിമോണ എന്ന അവരുടെ ന്യൂക്ലിയർ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലം, അവരുടെ ആയുധപ്പുരയ്ക്ക് നേരെ ആക്രമണം നടത്തി. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്നൊരു വാർത്ത, ഇറാൻ ഇസ്രായേലിനെ കാര്യമായി കയറി ആക്രമിച്ചു എന്നാണ് SKN. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ലെബനോനിലേക്ക് കൂടി ഈ യുദ്ധം മുറുകുകയാണ്. പ്രത്യേകിച്ച് ലെബനോനിലെ പല പ്രദേശങ്ങളും ഇസ്രായേലിൻ്റെ കരയുദ്ധത്തിൽ അവർ പിടിച്ചടക്കിയിരിക്കുന്നു. തിരിച്ച് ഹെസ്ബുള്ളയുടെ ഇടയ്ക്കുള്ള ആക്രമണം ഇസ്രായേലിലെ ഹൈഫ നഗരത്തിലേക്ക് വരുന്നുണ്ട്. ഈ ഹൂതികൾ, യമനിലെ ഹൂതികൾ രംഗത്തിറങ്ങുമെന്നുള്ള ഭീഷണി കൂടി വന്നിട്ടുണ്ട്. കാരണം ഇറാൻ പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. ഇതൊക്കെ ഹെസ്ബുള്ളയും ഹൂതികളൊക്കെ ഇറാന്റെ പ്രോക്സികളാണ്. ഓക്കെ, താങ്ക് യു. പി ജെയിംസ് ആണ് പശ്ചിമേഷ്യൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.